Hello everyone. Hello. So we hope everyone is doing good. So நம்ம சப்ஸ்கிரைபர் ஒரு கொஸ்டின் கேட்டிருந்தாங்க. எக்ஸ்டெண்டட் கேர் நர்சிங்க்கும் ஹோம் கேர் நர்சிங்க்கும் ஹாஸ்பிட்டலாக இருந்தாலும் சரி ஒரு ஆர்கனைசேஷனாக இருந்தாலும் சரி என்ன டிஃபரன்ஸ் அப்படின்றத கேட்டிருந்தாங்க. ஸோ அதான் அந்த வீடியோவில் பார்க்க போகிறோம். பட் வீடியோக்குள்ள போகிறதுக்கு முன்னாடி மறக்காம நீங்கள் என்ன சேனல் சப்ஸ்கிரைப் பண்ணலன்னா சப்ஸ்கிரைப் பண்ணிட்டு பாருங்க. ஓகேவா? എക്സ്റ്റൻഡഡ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ECU എന്ന് വിളിക്കും. ഇവിടെ ഹോസ്പിറ്റൽ എല്ലാ ബെഡ് 100 ബെഡ് എബോവ് ഉള്ള ഹോസ്പിറ്റൽസിൽ ECU എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇതെന്നപ്പ ഞങ്ങൾ ICU കേട്ടിട്ടുണ്ട്. ഇതെന്ന ECU എന്ന് ചോദിച്ചാൽ ECU ആണ് എക്സ്റ്റൻഡഡ് കെയർ യൂണിറ്റ് എന്ന് വിളിക്കും. അവിടെ എന്താന്ന് പറഞ്ഞാൽ ലോങ് ടേം ആയിട്ടുള്ള പേഷ്യൻസ്, ഭയങ്കര സിക്കായിട്ട് ബെഡ് റിഡൻ ആയ പേഷ്യൻസിന് ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ഗവൺമെന്റ് ആണ് അവരെ നോക്കുന്നത്, ഇൻഷുറൻസ് കവർ ആവും. സോ അവരെന്നാക്കും എന്ന് പറഞ്ഞാൽ ബെഡ് റിഡൻ ആയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വെക്കൂല, വീട്ടിൽ നിന്ന് എക്സ്റ്റൻഡഡ് കെയർ യൂണിറ്റിൽ ഷിഫ്റ്റ് ആക്കിയാൽ ആ പേഷ്യന്റ് ലൈഫ് ലോങ് ഡെത്ത് ആവുന്ന വരയ്ക്കും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവും. ബട്ട് വിസിറ്റേഴ്സ് വരും, ഫാമിലി വന്ന് നോക്കിയിട്ട് അങ്ങ് പോവും, അങ്ങനെ ഉള്ളൂ. ബട്ട് എല്ലാ കെയറും ഞങ്ങളെ കൊടുക്കുന്നതായിരിക്കും. അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റലിൽ. അത് മാത്രമുള്ള ഹോസ്പിറ്റൽസും ഉണ്ട്, അല്ലാണ്ട് ഹോസ്പിറ്റലിൽ അതൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ആക്കുന്നവരും ഉണ്ട്. ഹോം കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ട് വീട്ടിൽ അവരുടെ ഒപ്പം നിന്നിട്ട് അവിടെ ഒരു പേഷ്യന്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ നാട്ടിൽ എങ്ങനെയാണ് അതേപോലെയാണ്. ബട്ട് ഞങ്ങളുടെ അഡ്വൈസ്, നിങ്ങൾ ഹോം കെയർ എടുക്കാണ്ട് നിങ്ങൾ ജസ്റ്റ് ECU ഡിപ്പാർട്ട്മെന്റ് ആയാലും അത് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. അവിടത്തേക്ക് നമുക്ക് BLS വേണോ, പ്രൊവൈഡ് പാസ് ആയിരിക്കണോ, എല്ലാ സർട്ടിഫിക്കറ്റും വേണം. ബട്ട് ഹോം കെയർ ആവുമ്പോൾ അത്ര ഒന്നും ഇത് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ അതിന് വരാണ്ട് നിൽക്കുന്നതാണ് നിങ്ങൾക്കും നല്ലത് എന്ന് ഞങ്ങൾ പറയൂ. പിന്നെ അതാണ് ഓർഗനൈസേഷൻ ആയാലും നമുക്ക് ഒരു ഫ്രീഡം ഇരുക്കാது, ഫ്രീഡം ഉണ്ടാവില്ല. പിന്നെ എന്നാന്ന് പറഞ്ഞാല് അവരുടെ ഒപ്പം ഞങ്ങൾ നിൽക്കുന്നത് കൊണ്ട് എപ്പോ വേണമെങ്കിലും വിളിക്കും. 24 hours ഞങ്ങൾ അവരുടെ വീട് പണി പോലും എടുത്തു കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്റ്റാഫിന്. സോ അതുകൊണ്ട് നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഹോം കെയറിന് വരാണ്ട് അറ്റ്ലീസ്റ്റ് എക്സ്റ്റൻഡഡ് കെയർ ആയാലും നിങ്ങൾക്ക് അതൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഉണ്ടാവും. സോ ഓർഗനൈസേഷൻ ആയാലും ഹോസ്പിറ്റൽസിലായാലും ഇങ്ങനെ മെയിൻറ്റെയിൻ ആക്കുന്നുണ്ട്. ഇതാണ് എക്സ്റ്റൻഡഡ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ஸோ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, மறக்காம ஏதாவது டவுட் இருந்தா கீழே கமெண்ட் பண்ணுங்க. எங்க சேனலை சப்ஸ்கிரைப் பண்ணுங்க. ஓகேவா? தேங்க்யூ ஃபார் வாட்சிங். பை பாய்.